മുഹറം മാസത്തിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നവന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ആഡംബരം, നിന്റെ സുഖങ്ങളും, നിന്റെ സന്തോഷങ്ങളും, നിന്റെ സ്വപ്നങ്ങളും, നിന്റെ പ്രതീക്ഷകളും, നിന്റെ മോഹങ്ങളും സർവ്വതും തകർത്തു കളയുന്ന അതാ മരണമെന്ന് പറയുന്ന ഒരു മഹാസംഭവമുണ്ടല്ലോ, മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ. എന്തേ നീ അതിനെക്കുറിച്ച് ഓർക്കാത്തത്? എന്തേ ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മരണചിന്തയാണ് ഒന്നാമതായി കടന്നു വരേണ്ടത്. ഇരിക്കുന്ന മുബാസിക്കയാകട്ടെ, ഷാജിക്കയാകട്ടെ, അൻസാരിക്കയാകട്ടെ, ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാകട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, പടച്ചവനെ ഞാൻ മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തിരിക്കുകയാണ്, ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ എനിക്കറിയില്ലല്ലോ, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണോ, പടച്ചവനെ ഞാൻ ഇന്ന് വീട്ടിലെത്തുമോ, ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന ഞാൻ നാളെ രാവിലെ പായിപ്പാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പറഞ്ഞുകൊണ്ട് പുതപ്പിന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ ശരീരത്ത് തട്ടി വിളിക്കുമ്പോ, അല്ലാഹുവേ ഞാൻ എഴുന്നേക്കുമോ പടച്ചവനെ? അതോ എന്റെ അവസ്ഥ എന്താണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ? നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൂടപ്പിറപ്പും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളെ പോലെ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന പലരും ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ ചിന്തിക്കാത്തത്? എന്തിനാ പ്രവാചകന്മാരുടെ ചരിത്രം, എന്തിനാ സ്വഹാബത്തിന്റെ ചരിത്രം, എന്തിനാ വഅ്ള് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. എന്തിനാ ഞാനും നിങ്ങളും ഒരുപാട് ചിന്തിക്കുന്നത്? ഈ നിരന്നിരിക്കുന്ന പലരുടെയും വാപ്പ എവിടെയാ? എന്റെയും നിങ്ങൾക്കും ജന്മം നൽകിയ, നമ്മൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് എവിടെ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ എവിടെ? പൊന്നുമോനെ എന്ന് പറഞ്ഞു മനസ്സു വേദനിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് കവളിൽ ഉമ്മതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, അവര് പടച്ചവനെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്താണല്ലോ. അതുകൊണ്ട് ഇതിനേക്കാളും വലിയ ഒരു ഉപദേശം ഏതേ വേണ്ടത്? ഇതിനേക്കാളും വലിയ ഒരു ഉപദേശം വേണ്ടല്ലോ. അതുകൊണ്ട് സഹോദരാ, ഇരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിച്ചോ, ഇത് കളിയല്ല, തമാശയല്ല. അല്ലാഹുവിന്റെ ഖുർആനാ ഓർമ്മപ്പെടുത്തിയത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ. ആ മരണമെന്ന് പറയുന്ന പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൽ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ? അല്ലാഹുവല്ലാതെ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പല്ലാതെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആരെല്ലാം ഉണ്ടോ? അവര് മുഴുവനും ആ മരണത്തിന്റെ വേദന അറിയേണ്ടവരാ. ആ മരണം എന്താണെന്ന് അവരറിയേണ്ടവരാ. അല്ലാഹുവിന്റെ ഖുർആൻ പോലും അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വർഷത്തിലേക്ക് കാലെടുക്കുന്ന മനുഷ്യ, നീ ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യമെന്താ? മരണത്തിലേക്ക് അടുക്കുകയാ. ജീവിതത്തിന്റെ വില മനസ്സിലാക്ക്, ഓരോ നിമിഷത്തിന്റെ വില മനസ്സിലാക്ക്. സമയത്തിന്റെ വില എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. ഇന്ന് എത്ര സമയം കിട്ടിയാലും നമുക്കതിന്റെ മഹത്വം അറിയില്ലല്ലോ. പക്ഷേ അറിയുന്ന ഒരു സമയമുണ്ട്, ഒരു സെക്കൻഡിന്റെ വില എന്താണെന്ന്, ഒരു നിമിഷത്തിന്റെ വില എന്താണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പലർക്കും ആ സമയം പോകുന്നില്ല. പടച്ചവനെ, കോവിഡ് ആണല്ലോ, ലോക്ക്ഡൌൺ ആണല്ലോ, പുറത്തിറങ്ങുന്നില്ലല്ലോ. മൊബൈലിൽ കുറച്ചു സമയം ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് മടുത്തോ, യൂട്യൂബ് കണ്ട് മടുത്തോ, ഗെയിം കളിച്ച്
സ്നേഹിച്ചു മടുത്തു, മക്കളെ സ്നേഹിച്ചു മടുത്തു, ഭാര്യയുടെ കൂടെ കടന്ന് സുഖിച്ചിട്ട് മടുത്തു. പടച്ചവനെ, സമയം പോകാതെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതി എന്ന് പറയുന്ന മനുഷ്യ, ഈ സമയത്തിന്റെ വില നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ മലക്കുൽ മൗത്തിനെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന സമയമുണ്ടല്ലോ, ആ ഭയാനകമായ സമയം, മരണം നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയം, ആ മരണം പിടിക്കാൻ, റൂഹ് പിടിക്കാൻ മലക്കുകൾ നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയം, അപ്പോഴാ മോനെ 63 കൊല്ലം നിനക്ക് മനസ്സിലാകുന്നത്, 34 കൊല്ലം എനിക്ക് മനസ്സിലാകുന്നത്, പടച്ചറപ്പെനിക്ക് തന്ന സമയത്തിന്റെ വില എനിക്ക് തിരിയുന്നത്. ഞാൻ നിലവിളിക്കുന്നു, അല്ലാ ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എന്റെ മരണം ഇങ്ങനെ അടുത്ത് വരുമ്പോ അവിടെന്ന് പറയുന്നു, നാഥാ ഒരു സെക്കൻഡ് താ അല്ലാ. ഇപ്പോഴാണ് മനസ്സിലായത് ആയുസിന്റെ വില, സമയത്തിന്റെ വില എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പടച്ചവനെ, ഒരു സെക്കൻഡ് എനിക്ക് താ തമ്പുരാന്, ഒരു നിമിഷം എനിക്ക് താ തമ്പുരാന്. മണിക്കൂറുകൾ പാഴാക്കി കളഞ്ഞ പടച്ചവനെ, ദിവസങ്ങളെ പാഴാക്കി കളഞ്ഞ നമ്മൾ അല്ലാഹുവിനോട് പറയുകയാ, ഒരു നിമിഷം താ അല്ലാ. മലക്കുകൾ പറയുകയാ, ഇല്ലടാ, ഒരു നിമിഷം പോലും നിനക്ക് തരില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒറ്റ സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് തരില്ല, ഒരു നിമിഷം പോലും പടച്ച റബ്ബ് നിനക്ക് തരൂല. കാരണം എല്ലാ സമയവും നീ പാഴാക്കിയവനാണ്. അത് തിരിയുന്ന ഒരു സമയമുണ്ട് മനുഷ്യ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, ഓരോ മിനിറ്റിനും വിലയുണ്ട്, ഓരോ സെക്കൻഡിനും വിലയുണ്ട്. അത് പാഴാക്കി കളയല്ലേ. പോയാ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 4 കാര്യങ്ങളുണ്ട്. പോയതാണ്, പിന്നെ എത്ര ശ്രമിച്ചാലും തിരിച്ചു വരൂല. എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് സമയമാണ് മനുഷ്യ. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്ന യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മരണത്തിലേക്ക് ഒരു കൊല്ലം നീ അടുത്തു കഴിഞ്ഞു. അതാ അടുത്തടുത്ത് വരികയാണ്, മരണമാണ് അടുത്തു വരുന്നത്. അതുകൊണ്ട് മോനെ, നീ ആ മരണത്തെക്കുറിച്ച് ഓർത്തോ, ആ മരണത്തെക്കുറിച്ച് ചിന്തിച്ചോ, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ സിറാജ് അടുത്ത് കഴിഞ്ഞു. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. രാമീൻ പറ. ഞാൻ മുസമ്മിൽ ഉസ്താദിനോട് സത്യം പറഞ്ഞ ഇശായ്ക്ക് ഇങ്ങനെ ഈ വിഷയം ഇങ്ങനെ നോക്കിയിട്ടിരുന്നപ്പോൾ മുസമ്മിൽ ഉസ്താദ് കയറി വന്നു. പഠിച്ചോനെ, ഞാനപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പള്ളിയുടെ പിരിവൊക്കെ എങ്ങനെ നടക്കുന്ന വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ പള്ളിയുടെ പെരുമാറ്റം ഇങ്ങനെ ഓടിച്ചാടി നടക്കുക. മാഷാ അല്ലാ, എനിക്കൊരാഗ്രഹമുണ്ട്, മരിച്ച പായിപ്പാട് പള്ളിയുടെ മുന്നിൽ തന്നെ കബറടക്കണമെന്ന്. ഞാനിപ്പോൾ പറഞ്ഞിട്ട് വരിക. പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ തന്നെ പള്ളിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ പറയും, പള്ളിയുടെ മുന്നിൽ ഒരു കബർ ഒഴിച്ചു തന്നാൽ ഇവർ കബറടക്കി അത്രയെന്നല്ലേ അന്ത്യ ഉസ്താദ്. ഞാൻ പറഞ്ഞു, വീട്ടിൽ പോയി ആര് കാണാനാണ്, ഇവിടെ കിടന്ന് ആരെങ്കിലും ഇത് ചെയ്യില്ല. ഈ പള്ളിയുടെ മുന്നിലാണ് കബറടക്കുന്നതെങ്കിൽ ഞാൻ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടല്ല വെള്ളിയാഴ്ച ഒരു ദുവ, അതെങ്കിലും കിട്ടൂലേ. ഞാനങ്ങനെ ചിന്തിക്കണത്. എൻ്റെ വീട്ടിൽ പോയി കിടന്നാൽ എൻ്റെ ഭാര്യ വരാൻ പറ്റൂലല്ലോ, പിന്നെ 2 മക്കൾ ഓമാര് വന്നാലല്ലേ. അതാണെങ്കിൽ പള്ളി ഇത്തിരി ദൂരെ, അവിടെ ആരും വരത്തുമില്ല. അപ്പം ഞാൻ ചിന്തിച്ചത്, ഇവിടെങ്ങാണ് നമ്മുടെ പ്രസിഡന്റിൻ്റെ കബറിൻ്റെ ചാരത്തെങ്ങാണ് കിടക്കുവാണെങ്കിൽ ഇതിൽ ഇറങ്ങിപ്പോകുന്നവരെങ്കിലും. ഞാനൊരു തമാശയ്ക്ക് മുസമ്മിൽ ഉസ്താദിനോട് പറഞ്ഞു, ഈ പള്ളിയിലെ മോദീൻ്റെ ജോലിയാണ് എനിക്ക് വേണ്ടി എല്ലാ വർഷമെങ്കിലും ദ്വാ ചെയ്യാൻ. വേറെ ആരും ദ്വാ ചെയ്യില്ലല്ലോ. തമാശയാണെങ്കിലും
ആരുടെ മണ്ണ് കിട്ടുമായിരിക്കില്ലേ? കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്യണ സമയത്താണ് മരിക്കണമെങ്കിൽ അവിടെ അടക്കി വെക്കണം കേട്ടോ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നമുക്ക് പേടിയുണ്ടോ? ഞാൻ പോകേണ്ട സമയത്ത് ഞാൻ പോകും, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പോകും. എനിക്ക് പോകേണ്ട സമയം 6 അടി മണ്ണ് അള്ളാഹു എവിടെയാ നിശ്ചയിച്ചിരിക്കണമെന്ന് പറയാൻ പറ്റുമോ? ചിലർ പറയാറുണ്ട് നിന്റെ മയ്യത്ത് ഇവിടെ അടക്കൂല. എന്ന് അടക്കണ്ട, അള്ളാഹു വിചാരിച്ച് അടക്കും. എന്നെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കാൻ ഒരല്പം മണ്ണെടുത്തിട്ടുണ്ടെന്ന. അപ്പൊ എവിടെ നിന്നാണോ എടുത്ത? മദീനത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കവർ അവിടെ ആയിരിക്കും. അൽഹംദുലില്ലാ, ആഗ്രഹം അത് അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അവിടെ ആകുമ്പോൾ ഈ ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊക്കെ മരിച്ചുപോയ വെറുതെ ഒരു സ്മാരകവും വെച്ച് കാക്ക തൂറി ഇങ്ങനെ അടക്കുക. ചില സ്മണ്ട് അങ്ങനെയൊന്നും കാര്യമൊന്നുമില്ല. മരിച്ച അവിടെയൊക്കെ പോയി കിടക്കണം. എന്താ ഒന്ന് ചിരിക്കും മനുഷ്യ. ഇത് ഫ്ലെക്സിൽ മാത്രമേ ചിരിക്കാൻ അറിയത്തുള്ളല്ലേ. അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അപ്പം കാണാനില്ല, ഒന്ന് പിടിച്ചോണം കേട്ടോ. ഹുക്കണ്ണൻ എന്തേ? ഹുക്കണ്ണനും ഇന്നലെ എല്ലാവരും ക്ലാസ്സിൽ കേട്ടോ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ചുക്കാപ്പിയൊക്കെ തന്നോളി ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. ഇന്ന് ബിരിയാണിയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്ക്. അതാണ് നമ്മുടെ ആയുസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം. മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ? കഴിഞ്ഞുപോയിട്ടുള്ള വർഷത്തിൽ നീ പരലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഴിഞ്ഞുപോയ ഒരു വർഷം നീ എന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വർഷക്കാലം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം. അൽഹംദുലില്ലാ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്ന്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാഹുവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. പറഞ്ഞിട്ട് പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഒരു വർഷക്കാലമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ക്ലാസ് ഇടും. ഇന്ന് 399 ക്ലാസ്സായി. നാളെ 400 ക്ലാസ്സായി. 400 ദിവസം, ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു 5 മിനിറ്റ് അൽഹംദുലില്ലാ മുത്തി നബിയുടെ ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ഈ ക്ലാസ് കഴിഞ്ഞ മുഹറത്തിലും ഞാൻ മുഹറം 10ന്റെ മഹത്വം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാ, ഒരു വർഷമാകാൻ പോകുന്നു നമ്മുടെ ക്ലാസ്. എനിക്കിത് മതി അൽഹംദുലില്ലാ രക്ഷപ്പെടാൻ. ഈ ഒരു വർഷത്തെ ക്ലാസ്സിലൂടെ ഈ പായിപ്പാട് പള്ളിക്ക് ഒരു ചാക്ക് സിമെന്റ് വാങ്ങാനുള്ള പൈസയെങ്കിലും കിട്ടിയില്ലേ? കിട്ടിയോ? ഒരു ചാക്കല്ല, ഇഷ്ടം പോലെ അൽഹംദുലില്ലാ. ഇന്ന് ഈ പള്ളിയുടെ പണി നടക്കുന്നത് ഇതിലൂടെ കിട്ടുന്ന പൈസ ഉണ്ടാ. അപ്പൊ അൽഹംദുലില്ലാ, എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരുപാടുണ്ട്. അള്ളാഹു ആരം സ്വീകരിച്ചോ ഇല്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം നാം ചിന്തിക്കേണ്ടത്, ഒരു വർഷക്കാലം കഴിഞ്ഞു പോകുമ്പോൾ ആഖിറത്തിൽ രക്ഷപ്പെടാം. ദുനിയാവ് പോട്ടെ, ദുനിയാവിൽ കടയുണ്ട്, വസ്തു മേടിച്ചിട്ടിട്ടുണ്ട്, വീടൊക്കെ നല്ലപോലെ പണിതിട്ടുണ്ട്, മക്കൾക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ദുനിയാവ്. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? പായിപ്പാട് മാർക്കറ്റ്, പായിപ്പാട് ടൗണിൽ ഒരു ഫ്രൂട്ട്സ് കടയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ കാക്ക? ഇറച്ചിക്കടയുണ്ടെന്ന് പറഞ്ഞിട്ട് നാസറിനെ പോകാൻ പറ്റുമോ? ഇല്ല. ശാന്ത ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? പച്ചക്കറി മുതലാളി വന്നില്ലെന്ന്. പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷൗക്കണ്ണൻ സ്വർഗത്തിൽ പോവോ? ഷൗക്കണ്ണന്റെ ഭാര്യക്കും മക്കൾക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. വല്ലതും വേണമെങ്കിൽ ചെയ്തോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, അണ്ണേ നിരത്തി 3-4 കടമുറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒമാനി കിടന്ന് കഷ്ടപ്പെട്ട ഒരു കാര്യമില്ല. അടുത്ത് ആഖിറത്തിലേക്ക് രക്ഷപ്പെടാൻ എന്ത് ചെയ്തു? അതാ ചോദ്യം. ഇന്ന് രാത്രി നിങ്ങൾ മരിച്ച എന്തുണ്ട്? സ്വർഗം കിട്ടാൻ വല്ലതും ഉണ്ടോ? ഉഹദ് മലയോളം വെച്ചിട്ടുണ്ട്. അള്ളാഹ് മുഖത്തേക്ക് തന്നെ തിരിച്ചറിയാതിരുന്നാൽ മതിയായിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വർഷക്കാലം നിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ആഖിറത്തിലേക്ക്, ദുനിയാവിലുണ്ട്. ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉസ്താദ് എൻ്റെ കടയിൽ കച്ചവടം ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ, അതൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ
അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും തന്നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ടോ പടച്ചവനെ വിചാരണ ചെയ്യുമല്ലോ. എന്താണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നീ ചിന്തിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. രണ്ടു പ്രാവശ്യമാണ് ഇത്. സാധാരണ ഒരായത്തല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടു പ്രാവശ്യമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. ഒരു വട്ടം അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അതേ ആയത്തിൽ വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടു പ്രാവശ്യമാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. നീ സൂക്ഷിക്കണം, അല്ലാഹുവിനെ ഭയക്കണം. ഈ ജീവിതത്തിൽ നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നീ ഒന്ന് ചിന്തിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം നാം എത്രത്തോളം നന്മകളാണ് ചെയ്തത് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, നീ എത്ര നന്മകളാണ് ചെയ്തത്, എത്ര തിന്മകളാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്. ഈ ചെയ്തത് കൊണ്ട് നിനക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമോ? നന്മകളാണോ കൂടുതല്, തിന്മകളാണോ കൂടുതല്? അല്ലാഹുവേ, ചിന്തിക്കേണ്ടത് അവിടെയാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരാണോ ഒരണുമണി തൂക്കം നന്മ ചെയ്തത് അവനത് കാണുന്നതാണ്. നാളെ ആഖിറത്തിൽ നീ കാണും, ഒരു കടുകുമണിയുടെ അളവാണ് നീ നന്മ ചെയ്യുന്നതെങ്കിലും നാളെ റബ്ബ് നിന്റെ കണ്ണിലത് കാണിച്ചു തരികയാ. അതാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു കടുകുമണിയുടെ അളവ് തിന്മയാണ് നീ ചെയ്യുന്നതെങ്കിലും നാളെ നിന്റെ റബ്ബ് നിനക്ക് കാണിച്ചു തരുമെന്ന് ഖുർആൻ പറയുമ്പോ, ഈ മലക്കുകളുണ്ടല്ലോ, ഈ രണ്ട് ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, സർവ്വതും എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങൂല, ഞാൻ എന്ത് ചെയ്താലും പടച്ചവനെ അവരിങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്. പ്രസംഗിക്കുന്നത് എഴുതുന്നുണ്ട്. ഇവിടുന്ന് പ്രസംഗം ഇത്രയും നേരം നിങ്ങളെ ഉപദേശിച്ചിട്ട് എല്ലാവരും സലാം പറഞ്ഞു പിരിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. ഞാൻ ഒറ്റയ്ക്ക് റൂമിന്റെ അകത്ത് കയറി, വേറെ ഒരാളുമില്ല പടച്ചവര്. ആ റൂമിന്റെ അകത്ത് ഞാനിരുന്ന് ചെയ്യുന്ന കാര്യവും ഈ മലക്കങ്ങ് എഴുതി വെക്കുകയാ. ഇത് റബ്ബനിക്ക് കാണിച്ചു തരുമല്ലോ. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്റെ കയ്യിലേക്ക് ആ കിതാബ് ഇങ്ങനെ എടുത്തു തരുമ്പോ, ഇന്ന് ചെയ്തതുപോലെ എന്റെ ജീവിതകാലം മുഴുവനും ചെയ്തത് മുഴുവനും എഴുതി എഴുതി വെച്ചിരിക്കുകയാ. അങ്ങനെ കാണുമെന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? 34 കൊല്ലം കൊണ്ട് ഞാൻ എന്ത് ചെയ്തോ? 40ഉം 50ഉം 60ഉം വയസ്സുള്ളവരുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചത് 55 വയസ്സ് വരെ, 55 കൊല്ലം 45 കൊല്ലം പായിപ്പാടിന്റെ വിരിമാറിലൂടെ നെഞ്ചു വിരിച്ച് നടന്നവന്, ഈ ഭൂമിയുടെ മുകളിലൂടെ അതാ നെഞ്ചു വിരിച്ച് നടന്ന നീ ചിന്തിക്കുന്നുണ്ടോ? 55 കൊല്ലം കൊണ്ട് നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? അല്ലാഹ്, എന്റെ
റബ്ബിനോട് പറയുക, പടച്ചവനെ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പലരുടെയും ഇറച്ചി തിന്നിട്ടുണ്ട്, പലരെയും ദ്രോഹിച്ചിട്ടുണ്ട്, പലരുടെയും ജീവിതം തകർത്തിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കാരം മുടക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു കുറ്റബോധമുണ്ടോ? മനസ്സിന്റെ അകത്തൊരു വേദനയുണ്ടോ? അല്ലാഹുവേ, ഞാനെങ്ങാണമെന്ന് മരിച്ചുപോയാ എന്റെ റബ്ബിന്റെ മുന്നിൽ പാപിയെ പോലെ തല താഴ്ത്തി നിൽക്കണമല്ലോ. ഈ ചിന്തയാർക്കാവുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാളെ പടച്ച റബ്ബ് നിനക്കത് കാണിച്ചു തരുമെന്ന് ഖുർആൻ പറയുമ്പോ മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുകയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അലിമത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇത് മുഴുവനും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം കാണിച്ചു തരുമല്ലോ. ആരും അറിയാതെ രഹസ്യവും പരസ്യവുമായി ചെയ്തത് മുഴുവനും അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുമ്പോ, അല്ലാഹുവേ, ഇതിത്ര വിദൂരമാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാനും നിങ്ങളും പറയുന്ന ഒരു ദിവസം വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ആഖിറത്തിലേക്ക് എന്ത് ചെയ്തു എന്ന് ചിന്തിക്കേണ്ട സമയമാ. ഖുർആൻ പറയുകയാണ്, യൗമഇദിന തുഅ്ലറൂന യൗമഇദിന തുഅ്റദൂന ലാ തഖഫാ മിൻകും ഖാഫിയാ. വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അന്നേ ദിവസം നിന്റെ മുന്നിലേക്ക് നിന്റെ ജീവിതത്തിലെ മുഴുവനും പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെ നീ എന്തേ ഭയക്കാത്തത്? എന്തേ നീ ഓർക്കാത്തത്? അതുകൊണ്ട് സഹോദരാ, ഓർക്കണം, ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ റബ്ബ് നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു ദിവസത്തെ കുറിച്ച് നീ ഓർക്കണമെന്ന് ഖുർആൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായിട്ട് അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് പുതുവർഷത്തിലേക്ക് കടക്കുന്ന മനുഷ്യ, നീ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പരലോകത്ത് അല്ലാഹു നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് ചെയ്യണ്ടേ, നമുക്ക് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണ്ടേ. മുത്തുനബി പറയുകയാണ്, ഖാല ഉമർ റളിയല്ലാഹു തആല അൻഹു, ഹസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ. ആരാ പറയുന്നതെന്നറിയുമോ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഹസിബൂ ഖബല അൻ തുഹാസബൂ. പടച്ചവരെ, വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു ചെന്നിട്ട് റബ്ബ് നമ്മളോട് ചോദിക്കുമല്ലോ. എന്നോട് ചോദിക്കും, സിറാജ് ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. അല്ലാഹുവിന്റെ മുന്നിൽ ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ട് തലയുടെ മുകളിൽ സൂര്യതുച്ച് നിൽക്കുന്ന ദിവസം ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ അല്ലാഹു ചോദിക്കുന്നു, സിറാജ്, ഞാൻ നിനക്ക് തന്ന ആയുസ് അത് 30 40 50 എത്ര കൊല്ലമാണെങ്കിലും അല്ലാഹു ചോദിക്കുന്നു, ഞാൻ നിനക്ക് തന്ന ആയുസ് എങ്ങനെ ചെലവഴിച്ചടാ? നിന്റെ യുവത്വമുണ്ടല്ലോ, നീ എങ്ങനെ ചെലവഴിച്ചു? നീ പണം എങ്ങനെ ഉണ്ടാക്കി? അത് എങ്ങനെ ചെലവഴിച്ചു? അല്ലാഹുവേ, അല്ലാഹുവേ, നീ കാക്കണേ അല്ലാ. വെച്ചിരിക്കുന്ന കാലനക്കൂല മനുഷ്യ, പറയുകയാ, വെച്ചിരിക്കുന്ന കാലം നനക്കണോ? ചെമ്പിന്റെ തറയിലെ സിറാജ് വെച്ചിരിക്കുന്ന കാലം നനക്കണമെങ്കിൽ അല്ലാഹുവേ, ഈ ചോദ്യത്തിനു മറുപടി പറയാതെ കാല് ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ഞാൻ അള്ളാഹുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വെച്ചിരിക്കണ കാലും നനക്കണമെങ്കിൽ ഞാൻ അള്ളാഹ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണം. അള്ളാഹു കാക്കുമാറാകട്ടെ, ഹിസാബ് യസീറയിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. എന്ത് പറയും സഹോദര? അള്ളാഹ് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എത്ര? ഞാൻ 34 കൊല്ലം. എത്ര ആളെന്ന് ചിന്തിക്ക്, എത്ര ആളെന്ന് ചിന്തിക്ക്. 30, 40, 50, 60 വയസ്സുള്ളവർ അള്ളാഹിനോട് പറയേണ്ടി വരും, 60 കൊല്ലത്തെ കണക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കും വല്ലാത്ത ചോദ്യം. 1 ആയുസ്, 2 യുവത്വം. അതാ ചോദ്യം. ആയുസ്, യുവത്വം. അടുത്ത ചോദ്യം, പണം എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു? അത് വല്ലാത്ത ചോദ്യമാണ്. പണം എങ്ങനെ ഉണ്ടാക്കിയത് അതും പറയണം. ഉണ്ടാക്കിയ കണക്ക് മാത്രം പറഞ്ഞാൽ പോരാ, ചെലവഴിച്ച കണക്കും പറയണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞേ പറ്റൂ അള്ളാഹുടെ മുന്നിൽ. അള്ളാഹുടെ മുന്നിൽ എണ്ണി എണ്ണി ചോദിക്കും. ഇവിടെ വിട്ടാലും അവിടെ വിടൂല. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹ് ചോദിക്കുമ്പോൾ പറഞ്ഞേ പറ്റൂ. ഖുർആൻ പറഞ്ഞതാ അള്ളാഹു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രാത്രി കിടക്കുന്നതിന് മുമ്പൊന്ന് ചിന്തിക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റു, പടച്ചവനെ എന്തേ ചെയ്തത്? പല്ല് തേച്ചു, സുബഹി നിസ്കരിച്ചു, ഖുർആൻ ഓതി, കുറച്ച് ദിക്റുകൾ പറഞ്ഞു, കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു, കച്ചവടത്തിന് പോയി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം. എന്തു പാപം ചെയ്തു എഴുതി വെക്കണം. റളിയല്ലാഹു തആല അൻഹു അങ്ങനെ രാത്രി റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ചിട്ട് ഇങ്ങനെ കണ്ട് ചെയ്യും. പടച്ചവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഇന്ന പാപം ചെയ്തു ഇല്ല. ചാട്ടവാറെടുത്തിട്ട് തല്ലും ശരീരം മുഴുവനും. സ്വന്തം ചാട്ടവാറെടുത്തിട്ട് ശരീരം തല്ലി ചതയ്ക്കുക. റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ കുളിപ്പിച്ചവർ പറയുന്നുണ്ട്, അടയാളം ഉണ്ടായിരുന്നെന്ന്. ശരീരത്തെ ചാട്ടമാറ് കൊണ്ട് തല്ലിയിട്ട് ശരീരത്തിനോട് ചോദിക്കുക, നീ പറഞ്ഞ അനുസരിക്കില്ലേ? നീ നിസ്കരിക്കാതെ കിടന്ന് ഉറങ്ങൂല്ലേ? നീ അള്ളാനെ ധിക്കരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് തല്ലുക. അങ്ങനെ സ്വന്തമായിട്ട് വിചാരണ. നമ്മൾ തല്ലുവൊന്നും വേണ്ട, ചെയ്തതൊന്നും ഓർത്താലെങ്കിലും മതിയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ റബ്ബേ, ഒരു കുറ്റബോധം പോലും നമുക്കൊന്നും തോന്നാറില്ല. ഇബ്ലീസിന്റെ സ്വഭാവമാണ് നമുക്ക്. ഇന്നലെ ഞാൻ അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു ഇല്ലേ? അള്ളാഹു അത്രയും ഗഫൂറാണ്, റഹീമാണ്, കാരുണ്യവാനാണ്. ആ അള്ളാഹ് എന്താ ഇബ്ലീസിനെ പുറത്തു കൊടുക്കാത്ത? എന്താ ഇബ്ലീസിനെ പുറത്തു കൊടുക്കാത്ത? ഇബ്ലീസ് തന്നെ ഇന്നും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നാണ്. ആദ്യം എന്നെക്കാളും താഴ്ന്നവനെന്നാ പറയണേ. ഇബ്ലീസ് ഇന്ന് വരെ കുറ്റം സമ്മതിച്ചിട്ടില്ലല്ലോ. സമ്മതിച്ചാലല്ലേ അള്ളാഹ് പുറത്തു കൊടുക്കുക. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ അംഗീകരിക്കണം. അതാണ്, ഞാൻ അംഗീകരിച്ചു, ഞാൻ തെറ്റു ചെയ്തു. 2 കുറ്റബോധം ഉണ്ടാവണം. ചെയ്ത് ഓർത്തിട്ട് ചെയ്തു പോയല്ല അള്ളാഹ്. നിരാശ വേണം, കുറ്റബോധം വേണം. അള്ളാഹു ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ പടച്ചവനെ, ഇനി ചെയ്യില്ല അള്ളാഹ്. തീരുമാനം വേണം. അതാ തൗബയുടെ വിശേഷണം. തൗബയുടെ ഷർത്തുകളിൽപ്പെട്ട ചുമ്മാതെ പോയിട്ട് പാവം പൊറുക്കല്ല, പാവം പൊറുത്തല്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചെയ്തു പോയ പാപം നീ അംഗീകരിക്കണം. 2 നീ സമ്മതിച്ചു. 1 2 നിനക്ക് കുറ്റബോധം ഉണ്ടാകണം. നിന്റെ നഫ്സിനെ നീ കുറ്റപ്പെടുത്തണം. 3 ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. അപ്പോഴാ തൗബയാകുന്നത്. അല്ലെങ്കിൽ കാക്കയുടെ തൗബ പോലെ ആയി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാക്കയുടെ തൗബ എങ്ങനെയാണെന്നറിയില്ലേ? കാക്കയുടെ തൗബ അറിയോ? ഇത് വെടികൊണ്ടതുപോലെ ഇരിക്കണേ. കാക്കയുടെ തൗബ എന്തെന്നറിയോ? കാക്ക രാവിലെ ഇങ്ങനെ പറന്നു വരും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, മരത്തിലൊക്കെ താമസിക്കണേ. കാക്ക രാവിലെ ഇങ്ങനെ പറന്നു വന്നിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നോക്കുമ്പോൾ കാഷ്ടം കിടക്കുന്നു, വേസ്റ്റ് കിടക്കുന്നു. കാക്ക ഓടിച്ചെന്നിട്ട് ഇങ്ങോട്ട് കൊത്തിയും കണ്ട് തിന്നും. തിന്നിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കമ്പിൽ ഇങ്ങനെ തലയിട്ടടിച്ചിട്ട് പറയും, ഛേ ഞാൻ വേസ്റ്റാണോ റബ്ബേ തിന്നത്, ഛേ എന്ത് വൃത്തികേടാ, ഇനി ഞാൻ തിന്നൂല, ഇനി ഞാൻ തിന്നൂല. കാക്ക അങ്ങോട്ട് ശപഥം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വന്നിട്ടിരിക്കുമ്പോൾ ചൂടിങ്ങനെ പോവാ. പടച്ചവനെ ഉടനെ പോയി വീണ്ടും തിന്നും. വീണ്ടും അതിൻ്റെ മുകളിൽ കയറിയിട്ട് തലയിട്ടടിച്ചിട്ട് പറയും, ഇനി ഞാൻ തിന്നൂല. 3-ാമത്തെ ദിവസവും വരെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണേ. നാളെ നീളം അങ്ങനെ ആവരുത് തൗബ. ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കരയാ ചെറുപ്പക്കാരൻ. ഉസ്താദ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരു തെറ്റ് ചെയ്യാൻ, എനിക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. സെക്സ് വീഡിയോ കാണും ആ ചെറുപ്പക്കാരൻ. മോശമായ വീഡിയോ കാണുകയാ. എത്ര ശ്രമിച്ചിട്ടും അവന് പറ്റണില്ല. കരയുന്നു. ഉസ്താദ് എനിക്ക് നന്നാകണം, ഒരു വഴി പറഞ്ഞതാ, എനിക്കൊരു വഴി പറഞ്ഞതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തിനും വരുന്നുണ്ട്. അള്ളാഹു നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. വീഡിയോ വലിക്കുന്ന ആൾക്കാരില്ലേ, വലി നിർത്താൻ പറ്റുമോ? പറ്റില്ല ഉസ്താദെ.
എന്തെന്നറിയത്തില്ല. ചുരുട്ടി അടിക്കുന്നവന് ചുരുട്ടി അടിക്കണം, മോളി കയറ്റി വെക്കുന്നവന് മോളി വെക്കണം, വലിക്കുന്നവന് വലിക്കണം. ഇതൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കിത് പറ്റൂല എന്ന. മോശമായ സ്വഭാവങ്ങൾ എല്ലാം ഉണ്ട്, എന്നാൽ ചില ദുസ്വഭാവങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടി 7 പ്രാവശ്യം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു മാറിയാൽ മതി. 7 പ്രാവശ്യം വീടി വലിക്കാൻ അവസരം കിട്ടി. പടച്ചവനെ, ഇത് ലഹരിയാണല്ലോ അല്ലാഹ്. എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് പാവമാണല്ലോ, വേണ്ട, ഒരു പ്രാവശ്യം മാറ്റിവെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആദ്യം കാജാ വീടിയാവുമല്ലോ എന്നേ, പിന്നെ നോക്കുമ്പോൾ സിഗരറ്റ് കൊണ്ടുവന്നു. ഇല്ലല്ല, 2 വലിക്കൂല, 3, 4, 5, 6, 7 പ്രാവശ്യം നീ ചെയ്യില്ല എന്ന് പറഞ്ഞു മാറ്റിവെച്ച 8ാമത് ആ പാപം നിന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടുവരില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 7 പ്രാവശ്യം ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ 8ാമത് പിന്നെ വീടി നിന്റെ മുന്നിൽ വരൂല. നിനക്കതിലുള്ള അവസരം അള്ളാഹു തരൂല. നിന്നെ റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ആ ചെറുപ്പക്കാരൻ്റെ ദുസ്വഭാവം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നന്നാകാൻ കഴിയണം, വിചാരണ ചെയ്യണം. സ്വന്തമായിട്ട് ആര് പറയണ്ട, ആരോടും പോയിട്ട് അച്ഛനോട് പോയിട്ട് കുമ്പസരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്ത അള്ളാഹുവിനോട് പറയണം. അള്ളാഹു അത്രയും വലിയ കാരുണ്യവാനാ. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരുന്നവനാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്താൽ, എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അല്ലാഹു പുറത്തു തരും. അല്ലാഹു ഗഫൂറ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, പടച്ചവനെ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ജീവിതത്തിൽ തെറ്റ് ചെയ്തവര് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി തന്റെ സ്വഹാബത്തിനോടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്ത് കഥയാ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയുമോ? അന്നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കാന ഫീ മൻ കാന ഖബലകും റജുലുൻ ഖതല 99 നഫ്സാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ആരുടെ ചരിത്രമാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അതാ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യന് ജീവിച്ചിരുന്നു. ആ മനുഷ്യന് 99 പേരെ കൊന്നവനാ. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയുകയാണ്, ഒരു മനുഷ്യന് 99 പേരെ കൊല്ലുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യന്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നുകയാ. ഞാൻ 99 പേരെ കൊന്നല്ലോ. അല്ലാഹുവേ, എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരുമോ? ഈ മനുഷ്യനതാ ഒരാളുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, മനുഷ്യ, ഞാൻ 99 പേരെ കൊന്നവനാണ്, എനിക്ക് റബ്ബ് പുറത്തു തരുമോ? കേൾക്കേണ്ട താമസമാ. മനുഷ്യൻ പറഞ്ഞു, അല്ലാഹ് നിനക്ക് പുറത്തു തരൂല. കാരണം നീ കൊലപാതകയാണ്. ഒരാളെ തന്നെ കൊല്ലുന്നത് എത്ര വലിയ പാപമാ. പിന്നെ
99 പേരെ കൊന്നവന്റെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിന്ന് പടച്ചവനെ പറയുമ്പോ അത് കേട്ടിട്ട് വല്ലാത്ത ദേഷ്യം വരികയാണ്, വല്ലാത്ത കോപം വന്നു. പടച്ചവനെ 100ാമത്തെ കൊല ചെയ്യുകയാണ്. ആ മനുഷ്യന്റെ തലയങ്ങ് വെട്ടിമുറിക്കുകയാ. 99 എന്ന് പറയുന്നത് 100ആയി. ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. 100 പേരെ കൊന്നിട്ട് നടന്നു പോകുമ്പോ ഇൽമു പഠിച്ച ഒരു പണ്ഡിതനെ കാണുകയാ. ഇൽമു പഠിച്ച ഒരു പണ്ഡിതനെ കാണുകയാ. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ, ഞാൻ 100 പേരെ കൊന്നവനാണ്, 99 പേരെ കൊന്നു. എന്നിട്ട് അടുത്ത മനുഷ്യന്റെ മുന്നിൽ പോയി അവനെനിക്ക് പൊറുക്കില്ലെന്ന് പറഞ്ഞപ്പോ അവനെയും കൊന്നു. 100 പേരെ കൊന്നവനാ ഞാൻ. അല്ല എനിക്ക് പുറത്തു തരുവോ? അല്ല എനിക്ക് പുറത്തു തരുവോ? ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹു നിനക്ക് പുറത്തു തരും. 100 പേരെയല്ല, നിനക്കല്ല പുറത്തു തരും. എന്തിനാ നീ പേടിക്കുന്നത്? കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ കണ്ടുകുടിച്ചവര്, വ്യഭിചരിച്ചവര്, പലിശ തിന്നവന്, വൃത്തികെട്ട് ചെയ്തവന്, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവന്, എടാ നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്നോട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു ചോദിക്കുകയാ, എന്നോട് നിനക്കൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? ഞാൻ ഗഫൂറാ, ഞാൻ റഹീമാ. അങ്ങനെ 100 പേരെ കൊന്നവനോട് പറഞ്ഞു കൊടുത്തു, റബ്ബ് നിനക്ക് പുറത്തു തരും. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് വിശദീകരിക്കുകയാ. ആ മനുഷ്യനോട് പറഞ്ഞു, ഇനി നീ ഈ നാട്ടിൽ താമസിക്കരുത്. നീ 100 പേരെ കൊന്നവനാണ്. ഈ നശിച്ച നാട്, നിനക്ക് ഈ നാട് ശരിയല്ല. അതുകൊണ്ട് ഇനി നീ ഇവിടെ താമസിക്കണ്ട. നീ അടുത്ത നാട്ടിലേക്ക് രക്ഷപ്പെട്ടോ. ഇവിടെ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോകണം. അവിടെ ഒരുപാട് നല്ലവരുണ്ട്. തങ്ങൾ പറയുന്നു, 100 കൊല ചെയ്ത മനുഷ്യനോട് ആ അറിവ് പഠിച്ച മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, നിനക്ക് അല്ല പുറത്തേരും, നീ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ചെയ്യേണ്ടത്. അല്ല ഈമാൻ തരുമാറാകട്ടെ. കള്ളുകുടിയനെ പിടിച്ചിട്ടെടാ നിന്നെ അല്ല നരകത്തിലുള്ള പോടാന്ന് പറഞ്ഞു വിടാണ് ചെയ്യേണ്ടത്. അല്ല, അവന്റെ തോളി തട്ടിയിട്ട് അവനെ നന്നാക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല ഈമാൻ തരുമാറാകട്ടെ. കള്ളുകുടിച്ച് ഓടേ കിടക്കുന്നവനെ കള്ളുകുടിയനെന്ന് പറഞ്ഞ് എറിയലല്ല വേണ്ടത്. അവനെ ഉപദേശിച്ച് നന്നാക്കണം. അവൻ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ളവനെ നന്നാക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? അത് ഓനെ വിടണോ? അങ്ങനെയുള്ളവനെ നന്നാക്കണം. അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ. അവിടെ നിന്ന് പറഞ്ഞു, നിനക്ക് അല്ല പുറത്തു തരും. ഇവിടെ നിൽക്കണ്ട നീ, കാരണം ഈ നാട് നിനക്ക് നല്ലതല്ല. കുറേ അപ്പുറത്ത് നല്ല ജനങ്ങൾ താമസിക്കുന്ന ഒരു നാടുണ്ട്, നീ പൊക്കോ. ആ മനുഷ്യൻ പോകുകയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നോക്ക്, ഏറ്റവും ഇതിനേക്കാളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസില്ല. ഈ മനുഷ്യനോട് പറഞ്ഞു ആ നാട്ടിലേക്ക് പോകാൻ. ഈ മനുഷ്യൻ അവിടെ നിന്ന് ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നു. റൂഹ് പിടിച്ചു. ഈ മനുഷ്യൻ മരണപ്പെട്ടു. ആ തൗബ ചെയ്തിട്ട് പോകുന്ന മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. അവിടെ നിന്ന് മയ്യത്ത് മരണപ്പെട്ടു കഴിഞ്ഞപ്പോ നരകത്തിന്റെ മലക്കുകളും സ്വർഗത്തിന്റെ മലക്കുകളും വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ബാലരമയിലെ കഥയല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സഹീഹ് മുസ്ലിമിലെ ഹദീസായത്. ഈ മനുഷ്യന്റെ മയ്യത്തിന്റെ മുന്നിൽ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. രണ്ടുപേരും കൂടെ അവിടെ തമ്മിൽ ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയാ. ഇവിടെ നിന്ന് പറഞ്ഞു, ഇവൻ 100 കൊല ചെയ്തവനാ, ഒരു നന്മ പോലും ചെയ്തിട്ടില്ല, ഇവൻ നരകത്തിന്റെ അവകാശിയാന്ന്. നരകത്തിന്റെ മലക്കുകൾ. സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല, ഇവൻ തൗബ ചെയ്തിട്ട് വന്നവനാ, ഇവൻ സ്വർഗത്തിലാ. സ്വർഗത്തിന്റെ മലക്കുകൾ. അങ്ങനെ മലക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിഷയമായി. ആ സമയത്താണ് മധ്യസ്ഥനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊരാൾ കടന്നു വരുന്നത്. അവിടെ നിന്ന് മറ്റൊരാൾ അല്ലാഹു പറഞ്ഞു വിട്ടു. മധ്യസ്ഥനായിട്ട് ചരിത്രം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മലക്കുകളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നരകത്തിന്റെ അവകാശിയാണോ സ്വർഗത്തിന്റെ അവകാശിയാണോ എന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹം താമസിച്ചിരുന്ന നാടും മരിച്ച സ്ഥലവും തമ്മിൽ അളക്കാൻ പറഞ്ഞു.
എന്നിട്ട് മരിച്ചു കിടക്കുന്ന സ്ഥലവും ആ നല്ല നാടും തമ്മിൽ അളക്കാൻ പറഞ്ഞു. ഏത് നാട്ടിലേക്കാണോ ഇദ്ദേഹം അടുത്തിരിക്കുന്നത്, ഈ പഴയ നാട്ടിലാണെങ്കിൽ നരകം, പുതിയ നാട്ടിലാണെങ്കിൽ സ്വർഗം. ചരിത്രം പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുതിയ നാട്ടിലേക്ക് ആ മനുഷ്യൻ അല്ലാഹു ആക്കിക്കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നുപോയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിൻ്റെ കാരുണ്യമത. ഒരു നന്മ ചെയ്ത ആ മനുഷ്യൻ 100 കൊല ചെയ്തിട്ട് തൗബ ചെയ്തിട്ട് ഒരു റക്അത്ത് നിസ്കരിച്ചോ, ഒരു ദിക്റ് പറഞ്ഞു ഇല്ല, ഒരു നന്മ പോലും ചെയ്തിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ ഒരു സഹാബിയുടെ കഥ ചരിത്രം ഹദീസിലുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു സുജൂദ് പോലും ചെയ്തില്ല, മുസ്ലിമായി, ശത്രുവിന്റെ ഭാഗത്തായിരുന്നു, ശത്രുവിന്റെ കൂടെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയറി വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് മുസ്ലിം ആകണം. മുസ്ലിമാകാൻ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ഇനി ചോദിച്ചു, ഞാൻ ഈ യുദ്ധത്തിന് പോയ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഇറങ്ങി ഒറ്റപ്പോക്ക്. ഒരൊറ്റ സുജൂദ് പോലും നിസ്കരിച്ചില്ല, നേരെ ഇറങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു മയ്യത്തൊരു ജനാസ കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. ആരാ? ആ ഇറങ്ങിപ്പോയ സഹാബി. ഒരു സുജൂദ് പോലും ചെയ്തില്ല. ആ മനുഷ്യൻ സ്വർഗത്തിൽ പോയി എന്ന് നബിയിനാ റസൂലുള്ളാഹി. അതാ അല്ലാഹു കരുണ കാണിച്ചു. ആ മനുഷ്യനെ ആ നാട്ടിലേക്ക് അല്ലാഹു അടുപ്പിച്ചു കൊടുത്തു, എന്നിട്ട് സ്വർഗം കൊടുത്തു എന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ കരുണ. എത്ര വലിയ പാപിക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. എത്ര വലിയ പാപം ചെയ്തവനും ശിർക്ക് ചെയ്തവന് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ആ മനുഷ്യന്റെ തൗബ, അതാ തൗബ എന്ന് പറഞ്ഞാൽ ആ 100 കൊല ചെയ്ത മനുഷ്യന്റെ ഒരു തൗബയുണ്ടല്ലോ, ആ തൗബ, ആത്മാർത്ഥമായിട്ടുള്ള പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നമുക്ക് ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടോ? ഇല്ല. അല്ലാഹ് പുറത്തുതരണേ, അല്ലാഹ് പുറത്തുതരണേ, അല്ലാഹ് പുറത്തുതരണേ, അല്ലാഹ് ഫാൻ ഇറങ്ങുന്നുണ്ടോ, അല്ലാഹ് AC ഓൺ ആക്കിയിട്ടുണ്ടോ, അല്ലാഹ് ഇങ്ങനെ നോക്കിയിട്ടാ പുറത്തുതരണേ, അല്ലാഹ് ആമീൻ ആമീൻ ആമീൻ. എന്താ ആമീൻ? ആ 100 കൊല ചെയ്ത മനുഷ്യന്റെ ആത്മാർത്ഥമായിട്ടുള്ള തൗബ അത് അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തൗബ ചെയ്ത് കഴിഞ്ഞ ഈ മോശമായ ആ ഒരു കൂട്ടുകെട്ട് വിടണമെന്ന്. ചിലരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോകും, ഇല്ലേ? അതുകൊണ്ട് ആ ബന്ധങ്ങൾ അങ്ങ് ഒഴിവാക്കുക. അതുകൊണ്ടാണ് ആ നാട് വിട്ട് അടുത്ത നാട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. ഒരു നാട് ഇന്നിപ്പോൾ ഒരാൾ പോയപ്പോഴത്തേക്ക് ഒരു പെണ്ണ് കെട്ടിയ കഥ പറഞ്ഞു. ആലോചിക്ക്. ചില നാടുകൾ അങ്ങനെ, ചില നാടുകൾ പ്രച്ചോനെ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ചീട്ട് കളിച്ച കഥയൊക്കെയാണ് പറയണേ കേട്ടത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3-മതായി പറയുന്നു, ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരുടെ, ആലിമീങ്ങളുടെ മഹത്വ. ആദ്യം പോയി ഒരു ജാഹിലിനോടാ ചോദിച്ചേ. നോക്കിയേ, ആദ്യം പോയിട്ട് വിവരമില്ലാത്തവൻ ഇന്നലെ പെയ്ത മഴയ്ക്ക് എവിടെന്നോ 4 ഹദീസും പഠിച്ചിട്ട് വന്നവൻ്റെ അടുക്ക പോയിട്ട് മസ്സര വയ്ക്കാൻ പറ്റുമോ? കണ്ടാ വലിയ തങ്ങളെ പോലൊക്കെ മുടിയും വളർത്തി താടിയും വളർത്തി വലിയ മഹാനെ പോലെ നടക്കണേ. ഓൻ്റെ അടുക്ക പോയിട്ട് മസ്സര വെച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ഇങ്ങോട്ട് നോക്കും മനുഷ്യ, മസ്സര വെച്ചാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? അങ്ങനെ തന്നെ ഇരിക്കും. അള്ളാഹു കാക്കട്ടെ. ചില ആളുണ്ട് ഇന്നലെ അങ്ങോട്ട് കുളിച്ചൊരു ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരും. കണ്ടു കഴിഞ്ഞാൽ ആലിമീങ്ങൾ പോലും പുറകെ നിൽക്കും. നമ്മളെക്കാളും വലിയ താടിയ സ്കാരത്തടമ്പ് 3-4 എണ്ണം കാണും. ജുബ്ബയുടെ നീളം അങ്ങ് താഴെ വരെ കാണും. കണ്ടാ വിചാരിക്കും ഏതോ വലിയാണെന്ന്. അവൻ്റെ അടുക്ക പോയിട്ട് നേരെ ജുബ്ബ മസ്സല ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? വിവരമില്ലാത്തവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പുറത്തു തരും, അതാ അവനെ കൊന്നുകളഞ്ഞ്. എന്നാൽ ആലിമിനോട് ചോദിച്ചപ്പോൾ അറിവുള്ളവൻ താടിയൊന്നും കാണത്തില്ല, തഴമ്പും വലിയതൊന്നും കാണില്ല, നമ്മൾ പാവപ്പെട്ടവരപ്പ. വന്ന് ആലിമീങ്ങളോട് ചോദിച്ചാൽ അതാ ഇൽമിൻ്റെ മഹത്വം, ഇൽമ പഠിച്ചവൻ്റെ ശ്രേഷ്ഠത. മുസമ്മിൽ ഉസ്താദ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ മക്ബറ കെട്ടു ഉസ്താദെ, അതൊക്കെ പാടണ്ട ഉസ്താദെ. എൻ്റെ പൊന്നാര മുസമ്മിലെ ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്കുൻ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അള്ളാഹു ഒരു മനുഷ്യനെ ആദരിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാൻ്റെ നൂറ് കൊടുക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിന് ചെറുപ്പവും വലുപ്പമൊന്നുമില്ല, താടിക്കൊന്നും വലുപ്പമൊന്നുമില്ല, വലിയ മഹാനാകണമെന്നില്ല. അള്ളാന്റെ നൂറ്. മുസമ്മിൽ ഉസ്താദിന് താടിയുണ്ടാ? വലിയ താടിയും തങ്ങളാണോ? ഇല്ല. പക്ഷെ അവന് ഹാഫിള, അവനെ തൊടണമെങ്കിൽ ഓത് കൊടുക്കണം. മുസമ്മിൽ ഉസ്താദിനെ തൊടണമെങ്കിൽ എന്ത് ചെയ്യണം? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. മുസമ്മിൽ ഉസ്താദിനെ തൊടണമെങ്കിൽ എന്തിടണം?
ഒതു എടുക്കണം. സലീം ഉസ്താനത്തോടാ ഒതു എടുക്കണോ? പറ, ഒതു എടുക്കണോ? പറ, ഒതു എടുക്കണോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സലീം ഉസ്താദ് 27 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നു. മുസമ്മിൽ ഉസ്താദ് എത്ര കൊല്ലമായി? 5-6 കൊല്ലം. മുസമ്മിൽ ഉസ്താദിനെക്കാളും പ്രായമുണ്ട്. ഞാൻ തരം താഴ്ത്തി പറഞ്ഞതല്ല. ഇൽമ്, ഹാഫിൽ എന്ന് പറയുന്നൊരു പദവി, ഖുർആൻ പഠിച്ചവൻ. അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത്. അതിലൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാര്യങ്ങളിലും അള്ളാഹു ഇൽമിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹ് എല്ലാവർക്കും കൊടുത്തില്ല. അള്ളാഹു എല്ലാവർക്കും കൊടുക്കണമെന്നില്ല. ചിലർക്ക് മാത്രം അള്ളാഹു കൊടുക്കും. ആ കൊടുക്കുന്നത് അള്ളാഹു ആദരിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അവരെ ബഹുമാനിക്കണം. പ്രായത്തിലല്ല ഒരു മുത്തഅല്ലിമാണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്ന മസലകളൊക്കെ ചോദിക്കുമ്പോൾ അറിവുള്ളവരോട് ചോദിക്കണം. എന്നോട് ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ. എന്നോട് ചോദിക്കേണ്ട കാരണം ഞാൻ മുത്തഅല്ലിമ, ഞാൻ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു ഇൽമിൽ വിശാലത നൽകുമാറാകട്ടെ. ആമീൻ പറ. മസലകൾ ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കരുത്. അതൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിച്ചോണം. എന്നോട് ആരെങ്കിലും മസല ചോദിച്ചാൽ ഞാൻ പറയാറില്ല. ഞാൻ പറയും കുറച്ച് കഴിഞ്ഞിട്ട് പറയാറില്ല. കാരണം എന്തേ? ഉസ്താദന്മാരോട് ചോദിക്കണം. മസലകൾ അറിയാത്തവരല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോൾ പോയി ചോദിക്കലല്ല. ഇപ്പം എല്ലാം തുടങ്ങിയിരിക്കല്ലേ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോന്നൊക്കെ അവിടെ ഇവിടെ ഒരു ഹക്കും ബാത്തിലും ഇല്ല, പോവല്ല. നിങ്ങൾ അതിനൊക്കെ വളവും വെച്ച് കൊടുത്തു നട. ചോദ്യവും വേണ്ട, മറുപടിയും വേണ്ട. അള്ളാഹുടെ മുന്നിൽ ചെല്ലുമ്പോൾ എല്ലാം കാണാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം എല്ലാം സ്വന്തം കാര്യം സിന്ദാബായിട്ട് നടക്കുക. പലതും കണ്ടിട്ട് കാണാത്തവരെ പോലെ. പല തെറ്റുകൾ കണ്ടാലും അത് തിരുത്തി കൊടുക്കാനൊരു മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളിങ്ങനെ മാറരുത്. ചിലതൊക്കെ നിങ്ങളും അള്ളാഹിനോട് പറയേണ്ടി വരും. നമുക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾക്കങ്ങനല്ല. നമുക്ക് പറയുന്നതിന് പരിധിയുണ്ട്. നിങ്ങളെല്ലാം കണ്ട പോലെ പോട്ടെ, അവനായി അവൻ്റെ പാടായി വിട്ടേക്കട്ടെ, അവൻ അഹമ്മക്കെന്തോ അപ്പ ഇല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പോട്ടെ. നാളെ അതുപോലെ തന്നെ അള്ളാഹു പറയും. നിങ്ങൾ ചിന്തിക്കേണ്ടെന്നറിയോ? അള്ളാഹു ഒരു സമുദായത്തിനെ നശിപ്പിച്ചത് അള്ളാഹ് പറഞ്ഞതെന്നറിയോ? ഒരു ഹദീസ് തന്നെ ഉണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ പലരും തെറ്റ് നടക്കുന്നത് കാണുമ്പോൾ തിരുത്താറുണ്ടോ? എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. എന്തിനാ അവൻ്റെ വായിരിക്കണ കേൾക്കണം, പോട്ടട. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലെ, ഒരു നാട് മുഴുവനും നീ പോയി നശിപ്പിക്കാൻ പറഞ്ഞു. ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പോകുമ്പോൾ ഒരു കുട്ടി, ഒരാളിരുന്നിട്ട് ബിസ്മി ഓതിക്കൊണ്ടിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് കേട്ടപ്പോൾ അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടി ബിസ്മി ഓതിയതിൻ്റെ ബർക്കത്ത് കൊണ്ട് ശിക്ഷ വേണ്ടെങ്കിൽ വന്നേക്കാൻ തിരിച്ചു വിളിച്ചു പോവാൻ. അള്ളാഹു തിരിച്ചു വിളിച്ചു. അവർക്കെല്ലാം ദീർഘായുസ് കൊടുത്തു. പിന്നീടൊരവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാട് നശിപ്പിക്കാൻ പറഞ്ഞു വിട്ടു.